കൊച്ചി സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതികളിൽ പ്രാഥമിക തെളിവ് ശേഖരണം പൂർത്തിയായി. മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരായ കേസിലാണ് പോലീസ് നടപടി. ഈ തെളിവുകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ കേസുകളിൽ രഹസ്യമൊഴി അടക്കം പ്രാഥമിക വിവരശേഖരണം കഴിഞ്ഞു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി എന്താണ്? ക്രിസ്റ്റീന, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേരിടുന്നത് അത് തന്നെയാണ്. കാരണം വർഷങ്ങൾക്ക് മുന്നുള്ള സംഭവം 2008-നും 2012-നും ഇടയിൽ നടന്ന സംഭവമാണ്. പല കാലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ അന്വേഷണം നടത്തി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മരട് പോലീസ്, അതോടൊപ്പം തന്നെ നോർത്ത് പോലീസും പാലാരിവട്ടം പോലീസ്, ഈ വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അവർ വിശദമായി തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. ഏതാണ്ട് 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രാഥമിക തെളിവ് ശേഖരണം നടത്തിയിരിക്കുന്നത്. മരടിലെ മുകേഷിന്റെ വിലയും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി കൂടാതെ നോർത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവ് ശേഖരണം നടത്തി. എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കാരണം പല കാലങ്ങളിലുള്ള സംഭവമായതിനാൽ കൂടുതൽ പേരുടെ സാക്ഷിമൊഴികളടക്കം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും വിശദമായ അന്വേഷണത്തിന് അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടക്കുന്ന പരാതിക്കാരി ഉന്നയിച്ച സംഭവം നടക്കുന്ന സമയത്തുള്ള സിനിമാ സെറ്റുകളിലെ ആളുകളെ അടക്കം ഒരുപക്ഷേ ഈ വിവരശേഖരത്തിന് വേണ്ടി അന്വേഷണ സംഘം ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മരടിലെ വില്ലയിൽ പോലീസ് നടത്തിയ തെളിവ് ശേഖരണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇടവേള ബാബു കേസിലെ സ്ഥലത്തും പോലീസ് വിവരശേഖരണം നടത്തിയിരുന്നു. എന്തായാലും പരാതിക്കാരിയുടെ 164 അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ ഇനിയുള്ള ദിവസങ്ങളിൽ വിവരശേഖരണം നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്.